സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചില സെലിബ്രിറ്റികൾ അടക്കം രംഗത്തെത്തുന്നതും വലിയ പ്രചരണം നടത്തുന്നതുമൊക്കെ എവിടെ നിന്നാണ് ഇതിനുള്ള സോഴ്സ് എന്ന് അന്വേഷിച്ചു ചെല്ലുമ്പോൾ പലരും വലിയ ഫണ്ടുകൾ തന്നെ വാങ്ങിയാണ് സോഷ്യൽ മീഡിയയിൽ പാർട്ടികൾക്ക് വേണ്ടി മെഴുകുന്നത്. ഏതായാലും അതിപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നത് 250 പേരെ അറസ്റ്റ് ചെയ്തു എന്നും 391 പേർക്ക് പരിക്കേറ്റു എന്നുമായിരുന്നു. പക്ഷെ അത്രയും സംഭവിച്ചിട്ടില്ല. 70 പേർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. 120 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 50 പേർ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പുറത്ത് വിടുന്നു, വ്യാപകമായി തന്നെ പ്രചരണം നടത്തുന്നു. ഇങ്ങനെ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഇതിൽ പല അക്കൗണ്ടുകളും പാകിസ്ഥാനിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ ഗ്രൂപ്പുകളോ ഉണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ്. ഇത് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിലാണ് ഇതിന്റെ ഒരു വലിയ പ്രചാരണം നടക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ പലർക്കും 50,000 തൊട്ട് 5,000 രൂപ വരെ ഓഫർ ചെയ്തിരുന്ന മെയിലുകൾ പലരും പുറത്ത് വിട്ടിട്ടുണ്ട്. പല ഇൻഫ്ലുവൻസർമാരും പുറത്ത് വിട്ടിട്ടുണ്ട്. പല സെലിബ്രിറ്റികളും പുറത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ രംഗത്ത് എത്തിയിരിക്കുന്നത് ചൊറിയും കുത്തി വീട്ടിൽ ഒരു പണിയും ഇല്ലാതിരിക്കുന്ന സെലിബ്രിറ്റികളാണ്. കാരണം ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അത് ലാഭകരം തന്നെയാണ്. ഏതായാലും അവർ ആ പണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത് ഒരു അന്വേഷണത്തിന്റെയൊക്കെ നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.